ഇരുട്ടത്തുനിന്നല്ലേ? ബാ കാണിച്ചു തരാം. ഇന്ന് ഏപ്രിൽ 14 വിഷു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് വിഷു. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വിഷുവൊക്കെ ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വലുതായിട്ട് ഒന്നും ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ അമ്മൂമ്മ മരിച്ചിട്ടിപ്പോൾ 5-6 മാസമായിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വലിയ ആഘോഷങ്ങളൊന്നും നടത്തുന്നില്ല. എന്നാലും ചെറിയ രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ 4:30 ആയപ്പം എണീറ്റു. ഞാൻ എണീറ്റ പടുതി വന്ന വിളക്കൊക്കെ കത്തിക്കുന്നത്. അങ്ങനെയാണല്ലോ സാധാരണ വിഷുവിനൊക്കെ. അപ്പോൾ ഞാനൊരു 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ സമയം തൊട്ട് തന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാനാണ് എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരെയും വിളിച്ച് കണിയൊക്കെ കാണിക്കുന്നത്. എനിക്കൊരുപാട് ഇഷ്ടമാണ് കണി കാണിക്കാനും ഒരുക്കാനും ഒക്കെ. അപ്പോൾ ഇന്നലത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കണി ഒരുക്കുന്നത് കണ്ടു. ഇന്നിപ്പോൾ കണി കാണിച്ചു തരാം. അങ്ങനെ വിളക്കെല്ലാം ഞാൻ കത്തിക്കുകയാണ്. എന്നാൽ പിന്നെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കണി വെച്ചതൊക്കെ കാണിച്ചു തരാം. ആ മൺചിര അതെൻ്റെ ചേച്ചി മുമ്പേ അന്ധേരിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ കൃഷ്ണൻ. ഞങ്ങളുടെ കഴിഞ്ഞ വട്ടത്തെ കൃഷ്ണനെ ഞാൻ വെള്ളത്തിലിറക്കി വെച്ചത് പന്നലായിപ്പോയി. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പുതിയ കൃഷ്ണനെയൊക്കെ വാങ്ങിച്ച് എൻ്റെ അച്ഛൻ്റെ സെലക്ഷനാണ്. നല്ല രസമല്ലേ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുൾ കണി. നല്ല മൺചിര അതല്ലേ? ആ മൺചിര അത് ഫുള്ള് ചേച്ചി അന്ധേരിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഒത്തിരി സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം നല്ലൊരു വിഷുക്കണിയായിരുന്നു രാവിലെ തന്നെ കണ്ടത്. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, 2 വിളക്ക് കത്തിച്ചു. പിന്നെ കുറേ പൂക്കൾ, പിന്നെ പൈസ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നില്ല. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കണിക്കൊന്ന ഒക്കെ. അങ്ങനെ ആദ്യത്തെ വിഷു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോകണം. ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, കുളിച്ചു. ഞാൻ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയുടെ അമ്മ അരച്ചുകൊണ്ട് കൊണ്ടു തന്ന മൈലാഞ്ചിയാണ്. അപ്പോൾ ഇരിക്കുന്നല്ലേ ചേച്ചി രാത്രിയിൽ ഇട്ട് തന്നു. വലിയ ഭംഗിയൊന്നുമില്ല, എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ട് വരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഈ കമ്മലൊക്കെ ചേച്ചി ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് ഈ പ്രാവശ്യത്തെ. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. അച്ഛൻ ആദ്യം തന്നെ ഇറങ്ങി നിൽപ്പുണ്ട്. അങ്ങനെ അമ്മ ഇറങ്ങി, പാറു ഇറങ്ങി. ഇനിയിപ്പോൾ ഞാനും ഇറങ്ങുകയാണ്. ഞങ്ങളെല്ലാവരുടെ അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ നടന്നു പോവാണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോകുന്നു. അച്ഛൻ നേരത്തെ ഫ്രണ്ടിൽ തന്നെ നടക്കും. പിന്നെ ഞങ്ങൾ അച്ഛനെ ഓടിച്ചിട്ട് പിടിച്ചു. ഇതാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് നടക്കുകയാണ്. എൻ്റെ പാറുവിന് ക്യാമറയിലൊന്നും വരുന്ന ഇഷ്ടമല്ല. അതിനൂടെ എൻ്റെ അമ്മ വരും. അച്ഛനും അതുപോലെ വലുതായിട്ട് ക്യാമറയിലൊന്നും വരത്തില്ല, എന്നാലും വരും. എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഞങ്ങൾ കാര്യം പറഞ്ഞാണ് നടന്നു വരുന്നത്. അച്ഛൻ എന്നെ കളിയാക്കി ചോദിക്കും എപ്പോഴും ഇത് മാത്രമേ ഉള്ളൂന്ന്. അങ്ങനെ വെല്ലിച്ചിൻ്റെ കൈനീട്ടം കിട്ടി. ഞാൻ വാങ്ങിക്കുമ്പോൾ കാല് തൊട്ട് തൊഴണമെന്നൊക്കെ പറഞ്ഞ്, അപ്പം ഞാൻ കാല് തൊട്ടൊക്കെ തൊഴാൻ പോവാണ്. ഇതാണ് എൻ്റെ ഇയായ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അതെൻ്റെ പാറു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര വെയിലാണ്, അതുമാത്രമല്ല നല്ല ചൂട്. അപ്പോൾ ഞങ്ങളങ്ങ് അകത്ത് കയറിപ്പോവും. അങ്ങനെ വെല്ലിച്ചൻ പാറുവിന് കൈനീട്ടം കൊടുത്തു. ഇയായിക്ക് എൻ്റെ അച്ഛനും കൈനീട്ടം കൊടുത്തു. അങ്ങനെയുള്ള കൈനീട്ടമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ നിന്നൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇനി അങ്ങോട്ട് നമ്മൾ സദ്യയുടെ പ്രിപ്പറേഷൻസ് തുടങ്ങുകയാണ്. അച്ഛൻ അവിയലിനുള്ളതൊക്കെ അരിയാൻ തുടങ്ങി. പാറുവിനും എന്തെങ്കിലും അരിയാൻ കൊടുക്കണം. ഞാൻ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാമ്പഴമൊക്കെ വൃത്തിയാക്കുകയാണ്. ഈ സീരിയലിലൊക്കെയുള്ള ആൾക്കാരൊക്കെ വലിയ കമ്മലും മുല്ലപ്പൂവൊക്കെ വെച്ച് അടുക്കളയിൽ പണിയെടുക്കുന്നതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് കാണാൻ. ഞാൻ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് അവിടെ നിൽക്കും, അല്ലാതെ ഒത്തിരി വലിയ സഹായങ്ങളൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഞങ്ങൾ ഇടയ്ക്ക് മുറുക്കൊക്കെ തിന്നാൻ തീരുമാനിച്ചു. ഇപ്രാവശ്യം ഞങ്ങളുടെ അമ്പലത്തിൽ വരുന്നത് ഓമല്ലൂർ കുട്ടിശങ്കനാണ്. അപ്പോൾ ഓമല്ലൂർ കുട്ടിശങ്കനെ വെൽക്കം ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും പോയി നിന്നു. അങ്ങനെ കുട്ടിശങ്കനെ വെൽക്കം ചെയ്യുന്നത് കാണിച്ചു തരാം.
സദ്യ ഏകദേശം നമ്മുടെ തീർന്ന്. ഇനി പാവയ്ക്കാൻ കൂടെ ഉള്ളൂ. അല്ല, സദ്യ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞു. അമ്മേ വാ. ഇനി നമ്മള് ഉണ്ടാക്കാൻ പോകുന്ന അടപ്രഥമൻ, നമ്മുടെ സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി. അത് പ്രഥമ, അത് നമ്മുടെ ഇന്നത്തെ സദ്യയിൽ ഞങ്ങളുടെ 2 പ്രധാന ഐറ്റംസ്. ഒന്ന് മാമ്പഴപ്പുളിശ്ശേരി, രണ്ടാമത്തെ അടപ്രഥമൻ. അങ്ങനെ ഞാനും അച്ഛനും കൂടെ അടപ്രഥമനൊക്കെ ഇവിടെ റെഡിയാക്കി വീഡിയോ എടുക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരുടെ സദ്യയും പായസവും ഒക്കെ വെച്ചു. ഇനി ഇത് കഴിക്കണം. അടുക്കളയിൽ ഞങ്ങളെല്ലാവരും നിൽപ്പുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ്. അമ്മയുടെ അമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും അടുക്കളയിൽ ഫുൾ ഓണാണ്. അപ്പോൾ ഇതാ പായസത്തിലിടാനുള്ള മിക്സൊക്കെ പാറയുടെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അതുകൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാനൊക്കെ പോവാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ സദ്യ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് ഓടിച്ചുവിട്ട് കാണിക്കാം. ഇത് ബീട്രൂട്ട് പച്ചടി, നല്ല മാമ്പഴ പുളിശ്ശേരി, പാവയ്ക്ക മെഴുക്കുവരട്ടി, മോര് കാച്ചിയത്, പിന്നെ സാമ്പാറുണ്ട്, മാങ്ങാച്ചാറ്, അവിയലും ഒക്കെ ഉണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ് നേഹ. ഞങ്ങൾ +2 മുതൽ ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ ഉള്ള എൻജിനീയറിംഗ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വിളക്കത്താദ്യം സദ്യ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനെടുക്കും. എല്ലായിടത്തും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വിളക്കത്താദ്യം മരിച്ചുപോയ കാരണവർക്കൊക്കെ കൊടുക്കത്തില്ലേ, അതാണ്. അങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് ഞങ്ങൾ ഇലയിൽ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പച്ചടി വന്നു, പാവയ്ക്ക മെഴുക്കുവരട്ടി വന്നു, അവിയൽ വന്നു, ഇഞ്ചിക്കറി വന്നു, തോരൻ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ഛന് കഴിക്കാൻ കൊടുത്തു. അച്ഛനും ഞാൻ കഴിക്കാൻ കൊടുത്തു. എല്ലാ വിഭവങ്ങളൊക്കെ വിളമ്പി. അച്ഛൻ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളും കഴിഞ്ഞാലിരുന്നു. ഞാനും പാറും നേഹയും കൂടെ. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് നേഹ എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൈകിട്ടത്തെ എഴുന്നള്ളത്തും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ബൈ.